മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യം കേരളം ശക്തമാക്കി. തമിഴ്നാടിന് നൽകിവരുന്ന ജലം മുടക്കാതെ പുതിയ അണക്കെട്ട് വേണമെന്നാണ് ആവശ്യം. ഇതോടെ സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടത്തിനാണ് വീണ്ടും കളമൊരുങ്ങുന്നത്. 128 വർഷം പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷാ പ്രശ്നം ശക്തമായി കോടതിയിൽ ഉന്നയിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. ഡൽഹിയിലെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര സമിതി സുരക്ഷാ പ്രശ്നം പഠിക്കണം. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും വേണം. ആവശ്യമായ വെള്ളം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ 128 വർഷം പഴക്കമുള്ള ഒരു ഡാം പുതിയതായി കൺസ്ട്രക്ട് ചെയ്യണം. അതിനാവശ്യമായ സംവിധാനമാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. സേഫ്റ്റി മെഷർമെന്റ് ആണ് സ്റ്റേറ്റ് ആവശ്യപ്പെടുന്നത്. 142 അടിയായി ജലനിരപ്പ് വർദ്ധിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. എന്നാൽ 2018 പ്രളയത്തിന് ശേഷം സ്ഥിതിഗതികൾ മാറിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. 138 അടിയാക്കാൻ കോടതി പിന്നീട് വാക്കാൽ നിരീക്ഷിച്ചത് തന്നെ സുരക്ഷാ ആശങ്കയുടെ തെളിവാണ്. സുരക്ഷാ പ്രശ്നം നടത്താനുള്ള കോടതി നിർദ്ദേശം 2022 ഉണ്ടായെങ്കിലും പിന്നീട് മുന്നോട്ട് പോയില്ല. പഠനത്തിന്റെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും കോടതി ആവശ്യപ്പെട്ടെങ്കിലും നടപ്പിലായില്ല. സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ സമാന്തരമായി തമിഴ്നാടുമായി ചർച്ച നടത്തുന്നത് ഉചിതമല്ലെന്ന് ചോദ്യത്തിന് ഉത്തരമായി മന്ത്രി പറഞ്ഞു. മീഡിയ 1, ഡൽഹി.